29,50,000 രൂപയ്ക്ക് 2 വീൽ ഓട്ടോമാറ്റിക് 2019 ഫോർച്യൂണർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. വണ്ടിയുടെ കണ്ടീഷൻ നോക്കുക, നിലവിൽ മെക്കാനിക്കൽ നിങ്ങളുടെ എവിടെ വേണമെങ്കിൽ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യാം, ചെക്ക് ചെയ്തിട്ട് ഉറപ്പിച്ചിട്ട് ഇതാക്കുക അല്ലേ. ഓക്കെ, 5,50,000 രൂപയ്ക്ക് 2010 SFX ബുൾഡോഗ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ റീവണ്ടി ആയാലും ഏതായാലും തുരുമ്പാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട. വണ്ടി എടുക്കുമ്പോൾ എല്ലാം കൊണ്ടും ഓക്കെ ആയിരിക്കും, ചിലപ്പോൾ പ്ലാറ്റ്ഫോം ഒക്കെ തുരുമ്പുണ്ടാവും. അപ്പോൾ മാറ്റൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പൊക്കി ഇളക്കിയൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക അല്ലേ. വണ്ടി എടുക്കുമ്പോൾ എവിടുന്ന് ഏത് വണ്ടി എടുത്താലും ഒന്ന് മൊത്തത്തിൽ നോക്കുക, തുരുമ്പും കൂടെ നോക്കുക. നമുക്ക് 4,25,000 4,15 ലക്ഷം രൂപ ഒറിജിനൽ കേരള വണ്ടിയാണ് ഈ ഒരു വാഹനം. ഒരു 70% ടയേഴ്സ് ഉണ്ട് നിലവിൽ. ഓട്ടം എത്രയാ? ഓട്ടം 1,18. 1,18,000 മേജർ സർവീസ് ഒക്കെ ഇപ്പോൾ കഴിഞ്ഞേക്കാണ് അല്ലേ. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് SUV-കളും MPV-കളും 7 സീറ്ററുകളും ചെറുവാഹനങ്ങളും ഒക്കെ ഒരുമിച്ച് വേണം, ഒരുമിച്ച് ഒരു കടയിൽ വേണമെങ്കിൽ മലബാർ യൂസ്ഡ് കാസിലേക്ക് പോകുന്നുള്ളൂ. ഇതാ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അമീർ സ്വാഗതം ചെയ്യാം. അമീർ ഹായ്. നല്ല മഴയല്ലേ? നല്ല മഴ, രാവിലെ തൊട്ട് നല്ല മഴയാണ്. നമ്മളിങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കുക വീഡിയോ എടുക്കാൻ വേണ്ടി, ഗ്യാപ്പ് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇത് കറക്റ്റ് ലൊക്കേഷൻ ചെട്ടിയാർമാട് അല്ലേ? ചെട്ടിയാർമാട് അതായത് യൂണിവേഴ്സിറ്റിൻ്റെ അടുത്താണ്, കോഴിക്കോട് മലപ്പുറം ബോർഡറായിട്ട് വരും അല്ലേ ഏകദേശം. ഓക്കെ, ഹൈവേ സൈഡിൽ നിങ്ങൾ മാപ്പിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ഇങ്ങോട്ടേക്ക് വഴി കിട്ടുമോ? ഇവിടെ ഒരു എക്സിറ്റ് ഉണ്ട്, ഹൈവേൻ്റെ സൈഡിൽ എക്സിറ്റ് ഉണ്ട്, ഇവരുടെ മുന്നിൽ തന്നെ ഒരു എക്സിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അടിച്ച് പിടിച്ച് വരാൻ പറ്റും അല്ലേ പുതിയ ഹൈവേയിൽ? പഴയ പോലെ ബ്ലോക്കോ കാര്യമൊന്നുമില്ല. അപ്പോൾ എല്ലാ സെഗ്മെൻറ്റും നമ്മളിത് കാണിക്കുന്നുണ്ടോ വീഡിയോയിൽ? അത്യാവശ്യം 5 സീറ്റും 7 സീറ്റും വണ്ടികളാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാം കാണിക്കാം അല്ലേ? എല്ലാം കാണിക്കും. ഓക്കെ, നിങ്ങൾ ചെക്ക് ചെയ്യാനുള്ള കാര്യമെല്ലാം ചെയ്ത് കൊടുക്കൂലേ? വണ്ടി കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യാനുള്ള അടുത്തൊക്കെയാണ്, ഇവിടെ അടുത്തോടെ ചെക്ക് ചെയ്യാൻ കൊണ്ട് പിന്നെ ആളെ കൊണ്ടുവന്നിട്ട് ചെക്ക് ചെയ്യുക, അങ്ങനെയാണ് ചെയ്യാം ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഡീറ്റെയിൽ കണ്ടു നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. വിലകളൊക്കെ എങ്ങനെ? വില അത്യാവശ്യം കുഴപ്പമില്ല, മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാമല്ലോ. ഓക്കെ, അപ്പോൾ വീട്ടിലോട്ട് ആദ്യ വാഹനം ഫോർച്യൂണറാണ്. KL 3 പത്തനംതിട്ട രജിസ്ട്രേഷനുള്ള വണ്ടിയാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2019 2 വീൽ ഓട്ടോമാറ്റിക്കാണ്. കേരള വണ്ടിയാണ്? കേരള വണ്ടി, സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓക്കെ, 19 2 വീൽ ഓട്ടോമാറ്റിക്. എത്ര ഓട്ടം പോയി? അത്യാവശ്യം ഓട്ടം ഉണ്ട്, അതിൻ്റെ ആയിട്ടുള്ള റേറ്റ് കുറവാണ്. എത്ര പോയി ഇപ്പോൾ? 2 ലക്ഷത്തിൻ്റെ പുറത്ത് ഓട്ടം ഉണ്ട്. 2,33 ഓട്ടമുണ്ട്. 33 ഓണറാണ്. കറക്റ്റ് കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്, ആർക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, റേറ്റും കുറവാണ്. 19 മോഡലിന് 2 വീൽ ഓട്ടോമാറ്റിക്, അത്യാവശ്യം ഓട്ടം പോയിട്ടുണ്ട്. 2,33 സിംഗിൾ ഓണർ. ക്ലെയിമോ കാര്യം എന്തുകൊണ്ടോ? ഒന്നുമില്ല, ക്ലീൻ വണ്ടിയാണ്. ക്ലീൻ വണ്ടി. ഓക്കെ, എത്ര ഇപ്പോൾ? ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഇത് നമുക്കൊരു 29,000 രൂപ നമുക്ക് കൊടുക്കാം. 29,50,000 രൂപയ്ക്ക് 2 വീൽ ഓട്ടോമാറ്റിക് 2019 ഫോർച്യൂണർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. വേറൊരു ക്ലെയിമോ കാര്യമില്ല. കുറച്ച് ഓട്ടം പോയിട്ടുണ്ട്, അത് കമ്പനി ഹിസ്റ്ററി പ്രോപ്പർ എടുക്കാൻ പറ്റില്ല. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് തന്നെ നടക്കാണ്. ലോണ് ഫുള്ള് കിട്ടാൻ ചാൻസ് ഉണ്ട്? മാക്സിമം ലോൺ കിട്ടും, ഒരു 28 ഒക്കെ കിട്ടും. അത്ര കിട്ടേണ്ടതാണ്. നല്ല പ്രൊഫൈലുള്ളവർക്ക് അത്യാവശ്യം ലോൺ കിട്ടുമല്ല. അടുത്ത വണ്ടി നോക്കാം. അടുത്തത് ഇന്നോവ KL 11 രജിസ്ട്രേഷൻ കാണുന്നു. റിയായതാണ്. സിംഗിൾ ഓണറിൽ വന്ന വണ്ടിയാണ്, സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ. 2011 G4 വണ്ടി കേട്ടോ. 2011 G4 നല്ല 17 ഇഞ്ച് അലൈവിലൊക്കെ ഉള്ള നല്ല അടിപൊളി വണ്ടിയാണ്. അത്യാവശ്യം ടച്ച് സ്ക്രീൻ, വലിയ ടച്ച് സ്ക്രീൻ ഒക്കെ ഉണ്ട്. ഓക്കെ, നല്ല വണ്ടി, വേറെ മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. ഇതിന്റെ ഓട്ടത്തിന് കാണിക്കുന്ന മീറ്ററിൽ ഓട്ടം 210. പുറത്തുനിന്ന് സർവീസ് ഉണ്ടാവോ? ഇല്ല, പുറത്തുനിന്ന് വരുന്ന വണ്ടിയല്ലേ. ഓക്കെ, 210 മീറ്റർ കാണിക്കുന്നത്, ഓട്ടോ ഉറപ്പിക്കുന്നില്ല. മേജർ ക്ലെയിം റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എത്ര ഇപ്പോൾ? ഇത് നമുക്ക് 5,40,000 രൂപ. 5,40,000 കേരള നമ്പർ ആയിക്കഴിഞ്ഞാൽ, KL 11 നമ്പർ ആയിക്കഴിഞ്ഞാൽ 2011 2 ലക്ഷം കിലോമീറ്ററിന് മേലെ ഓടിയ ഒരു G4 ഇന്നോവ നിങ്ങൾക്ക് കൊണ്ടുപോകാം. 5,40,000. വേറെ ഒന്നും നിങ്ങളെയും ചിലവാക്കാനില്ല, ടാക്സോ കാര്യമോ ഒന്നുമില്ല. ഇതുമ്പോൾ ലോണ് കയറുമോ? നമുക്ക് ലോൺ ചെയ്യാം, 4 രൂപയൊക്കെ ലോൺ ചെയ്യാം. അതായത് 11 ആയതിനെ കൊണ്ട് നമുക്കൊരു 1.5 വർഷം ഒക്കെ ലോൺ ചെയ്യാം. കാലാവധി കുറവായിരിക്കും അല്ലേ? കാലാവധി കുറവാണ്. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടോ വിളിക്കാം. ഓക്കെ, വീണ്ടും ഇന്നോവ തന്നെ ഗ്രേ കളറാണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2013 സിംഗിൾ ഓണർ വണ്ടിയാണ്. G4 ആണ്, സിംഗിൾ ഓണർ ആണ്, നമ്പർ ആക്കിയിട്ടില്ല. NOC എടുത്തോ? എവിടെയെങ്കിലും NOC എടുത്തോ? ഉള്ളതാണ്, ഓൾറെഡി ഉള്ളതാണ്. എവിടേക്കാ? ഇത് 84 വരെ കൊണ്ടോട്ടി. KL 84 കൊണ്ടോട്ടിയിലേക്ക് NOC എടുത്തു കഴിഞ്ഞ വാഹനമാണ്. 2013 G4 ഇന്നോവ. ഇതിലും ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, മേജർ ആയിട്ട് ഒന്നും ഉണ്ടാവില്ല. പുറത്തുനിന്ന് വണ്ടി മേജർ ആയിട്ടുള്ള വണ്ടികളൊന്നും നമ്മുടെ അടുത്തില്ല. ഒന്നുമില്ല അല്ലേ? ചെറിയ ചെറിയ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ഉണ്ടാവും. ഇതിലെത്ര ഓട്ടോകളാ? ഇത് 1,40,000. 1,40,000. നമുക്ക് കമ്പനി ഹിസ്റ്ററി മാക്സിമം ഉണ്ടോ നോക്കാം, അത്രേ പറയാൻ പറ്റൂല. ഓക്കെ, വണ്ടിയുടെ കണ്ടീഷൻ നോക്കുക, നിലവിൽ മെക്കാനിക്കൽ നിങ്ങളുടെ എവിടെ വേണമെങ്കിൽ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യാം, ചെക്ക് ചെയ്തിട്ട് ഉറപ്പിച്ചിട്ട് ഇതാക്കുക അല്ലേ.
ഓക്കെ. എത്ര ഇപ്പോൾ ചോദിക്കുന്നതിന്? 13. നമുക്ക് നമ്പർ ആക്കിയിട്ട് 70 രൂപ കൊടുക്കാം. നമ്പർ ആക്കിയതിന് ശേഷം KL84 കൊണ്ടോട്ടിയിലേക്ക് നമ്പർ ആക്കിയതിന് ശേഷം 2013 G4 7 ലക്ഷത്തിന് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇതിന് ഒരു 5-5.5 ലോൺ വരും. മാക്സിമം ഒരു 6 രൂപ വരെയൊക്കെ ലോൺ ചെയ്യാം. ഇതിന് അത്യാവശ്യം കൊല്ലം കിട്ടും, ഒരു 3-4 കൊല്ലം കിട്ടും. 3 വർഷം കിട്ടും. ഓക്കെ. അടുത്ത ഡസ്റ്ററാണ്, കോഫി ബ്രൗൺ കളർ, നല്ല അടിപൊളി 4 അലോയ്സ് കയറ്റിയ വണ്ടിയാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? 2013 വണ്ടിയാണ്. 13 സെക്കൻഡ് ഓണറാണ്. 85 ആണ്. അത്യാവശ്യം മാർക്കറ്റുള്ള വണ്ടിയാണ്. ഓക്കെ. 85 എന്ന് വെച്ചാൽ മൈലേജ് ഉണ്ടാവും, അത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ മാർക്കറ്റ്. പിന്നെ മെയിൻ്റനൻസും കമ്പാരിറ്റീവ്ലി വളരെ കുറവായിരിക്കും 110 അപേക്ഷിച്ചിട്ട്. ഒരു 18-20 റേഞ്ച് മൈലേജ് കിട്ടുന്നുണ്ടെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. ഓക്കെ. 13 എത്ര ഓട്ടം ഇത്? 170. 1,70,000 ഓടിയിട്ടുണ്ട്. സർവീസൊക്കെ പ്രോപ്പർ പോയിട്ടുണ്ടോ? സർവീസ് എങ്ങനെയാന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല. ഹിസ്റ്ററി ഇല്ല? പ്രോപ്പർ ഹിസ്റ്ററി ഇല്ല. വണ്ടിയുടെ അവസ്ഥ എന്താ, ക്വാളിറ്റി അങ്ങനെ? മേജർ ആയിട്ടുള്ള ആക്സിഡന്റും കാര്യങ്ങളൊന്നും ഇല്ല. മെക്കാനിക്കലും ഫിറ്റാണ്. മെക്കാനിക്കലി ഫിറ്റാണ്. ആവശ്യക്കാരുണ്ട് ചെക്ക് ചെയ്തോട്ടെ. ചെക്ക് ചെയ്തിട്ടെടുത്താണ്. ഇതിന് 60,000-ലാണ് സർവീസ് വരാറുള്ളത്. മേജർ ടൈമിംഗ് ചെയിനൊക്കെ മാറുന്നത് 60, 120, 170 അങ്ങനെയാണ് വരിക. അതാണ് ചോദിച്ചത് 170 എന്ന് പറഞ്ഞുകൊണ്ട്. എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക വണ്ടി. ഓക്കെ. വേറെ ക്ലെയിമോ കാര്യമൊന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ. ടയേഴ്സ് അത്യാവശ്യം നല്ല ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഒരു ബൾക്കി ടയേഴ്സാണ് ചെയ്തേക്കുന്നാലും. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നതിന്? ഇത് നമുക്ക് 3,40. 3,40,000. പ്രൈസ് കുറച്ചുകൂടെ? എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് ചെയ്യണം. ഓട്ടം പോയിട്ടുണ്ട്, അതായത് 170. ഓക്കെ. അടുത്ത വണ്ടിയിലോട്ടോ. സ്വിഫ്റ്റിലേക്ക് എത്തി നമ്മൾ. പഴയ ഷേപ്പ് എങ്ങനെയാണ് ഇത് കാര്യങ്ങൾ? 2013 VDA ആണ്. സെക്കൻഡ് ഓണർ വണ്ടി. ഡീസൽ വണ്ടിയാണ്. മിഡിൽ ഓപ്ഷൻ, സെക്കൻഡ് ഓണർഷിപ്പ്. 2013. മൈലേജ് തന്നെയാണ് ഹൈലൈറ്റ്. 18-20 റേഞ്ച് മൈലേജ് കിട്ടും. ഇതിൽ എന്തെങ്കിലും ഉണ്ടോ റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ? മേജറായിട്ട് ഒന്നുമില്ല. മേജറായിട്ടുള്ള ഒരു വണ്ടി നമ്മളെടുത്ത് ഒന്നുമില്ല. മേജർ എന്ന് വെച്ചാൽ മൈനർ എന്താ ഉദ്ദേശിക്കുന്നത്? ഗ്ലാസ് ഓവർ അങ്ങനത്തെയാണോ ഉദ്ദേശിക്കുന്നത്? അതെന്തെങ്കിലും ഉണ്ടെ പറഞ്ഞോ, അതാ ഞാൻ പറഞ്ഞത്. മൈനറോ മേജറോ എന്തെങ്കിലും ഉണ്ടെ പറഞ്ഞോ. ആൾക്കാർ അത്രയും ലോങ് എന്നൊക്കെ വരും, അപ്പോൾ അവരറിയാണ്ട് വന്നുകൊണ്ട് അതായത് ചോദിച്ചത്. ഓക്കെ. ടയേഴ്സും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഒരു 70% ടയേഴ്സ് ഉണ്ട് നിലവിൽ. ഓട്ടം എത്രയാ? ഓട്ടം 1,18. 1,18,000. മേജർ സർവീസ് ഒക്കെ ഇപ്പോൾ കഴിഞ്ഞേക്കാണ് അല്ലേ? ഓക്കെ. അപ്പോൾ എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് 3,40. 3,40,000. 2013 വണ്ടിയല്ലേ പറഞ്ഞത്? 13 VDI സ്വിഫ്റ്റ് ആണ്. 1,40,000 ലോൺ ചെയ്യാട്ടോ. 40,000 വേണ്ട നിങ്ങൾക്ക് ഇറക്കാൻ പറ്റുന്നൊരു സ്വിഫ്റ്റ് ആണ്. പ്രൈസ് ഒന്നിനും നമ്മൾ ഫൈനൽ അല്ലല്ലോ പറയുന്നത്, അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ അല്ലേ? എന്തെങ്കിലും മാറ്റം ഉണ്ടാവും ഇതിനൊക്കെ ചെയ്ത് കൊടുക്കാം. ഓക്കെ. റിറ്റ്സ് ആണ് എടുത്തത്. ഇതെങ്ങനെ കാര്യങ്ങൾ? ഡീസൽ ചെയ്തു? ഡീസലിന് എങ്ങനെ മോഡൽ? 12 VDA. 12 VDA. സെയിം സ്വിഫ്റ്റിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നൊരു വാഹനമാണ്. എത്ര ഓട്ടം? ഇത് 1,28. 1,28,000. ഓക്കെ. എത്ര ചോദിക്കുന്നത് ഇപ്പോൾ? ഇത് നമുക്ക് 2,75. 2,3 അല്ല? ഓക്കെ. ലോണർ 2 ചെയ്യാം. ഒരു 3 വർഷത്തേക്ക് കിട്ടുമോ? 12 അല്ലേ? 2 വർഷം. 2 വർഷം. ഓക്കെ. 10 വർഷത്തിൻ്റെ മേലോട്ട് കുറച്ച് ടൈറ്റ് ആയിരിക്കും അല്ലേ? വർഷം കൂടുതൽ കിട്ടാൻ. ഓക്കെ. എന്തായാലും VDI റിറ്റ്സ് ആണ്. 2,3 ലക്ഷമാണ് ഇപ്പോൾ ചോദിക്കുന്നത്. 2012 മോഡൽ. അടുത്ത വണ്ടിയിലുണ്ട്. വീണ്ടും സ്വിഫ്റ്റ് തന്നെ, നേരത്തെ കണ്ട ഷേപ്പ്, പക്ഷേ കളറ് വൈറ്റ് വേണ്ടവർക്ക് നോക്കാം അല്ലേ? ഇത് 2011 VDI. 11 മിഡിൽ ഓപ്ഷൻ. ന്യൂ മോഡൽ വരുന്ന ടൈപ്പ് 2 വരുന്നതാണ്. ഓക്കെ. ലാസ്റ്റ് വണ്ടി കേട്ടോ. 11 ലാസ്റ്റ് ആണ്. ലാസ്റ്റ് ഷേപ്പ് ആണ്. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഇത് 2,75,000 രൂപ. 2,3. ഓക്കെ. സ്വിഫ്റ്റിൻ്റെ അതേ റേറ്റ് ആണല്ലേ? 2012. ഒരു ലോറി പോകും. ഒരു ലോറി പോയതാണ്, ഭയങ്കര ശബ്ദം. ഓക്കെ. അപ്പോൾ 12 VDI 2,3 ഈ ഒരു സ്വിഫ്റ്റ്. 11 സോറി 11 VDI 2,3 നിങ്ങൾക്ക് ഈ ഒരു സ്വിഫ്റ്റും കൊണ്ടുപോകാം. വേറെ ക്ലെയിം ഒന്നുമില്ല അല്ലേ? 2,3 പറഞ്ഞേ? 2,3 11 VDI നിങ്ങൾക്ക് കൊണ്ടുപോകാം. വേറെ ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒരു റീപ്ലേസ് ഇല്ലാത്ത വണ്ടിയാണ്. ഓക്കെ. മൈലേജിൻ്റെ രാജകുമാരൻ ഹോണ്ട അമേസ് ഡീസലാണ് അടുത്ത വാഹനം. KL 65 കൊണ്ടോട്ടി രജിസ്ട്രേഷനാണ്. 20-22 മേലെ കിട്ടും അല്ലേ? മൈലേജ് ഉണ്ടാവും. 20ന്റെ മുകളിൽ ഉണ്ടാവും എന്തായാലും കിട്ടും. ഓക്കെ. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇത് 2017 സിംഗിൾ ഓണറിൽ വന്ന് സെക്കൻഡ് ഓണറിൽ ഇവിടെ നമ്പർ ആയ വണ്ടി. നമ്പർ ആയതാണ്. ഓക്കെ. കേരള നമ്പർ ആയി കഴിഞ്ഞു 65-ലോട്ട്. ഏതാ ഓപ്ഷൻ? S ആണല്ലേ? മിഡിൽ ഓപ്ഷൻ വാഹനം. ഓക്കെ. സ്റ്റിയറിംഗ് കൺട്രോൾസ്, എയർ ബാഗ്, അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും വരും അല്ലേ? എത്രയാണ് പറഞ്ഞ മോഡൽ? 17 ആണ്. ഓക്കെ. 17 എന്ന് പറയുമ്പോൾ ഫ്രണ്ട് ബമ്പർ മാറില്ലേ ഷേപ്പ്? ഇല്ല, പഴയ മോഡൽ തന്നെയാണ് വരുന്നത്. 17. ഓക്കെ. സെക്കൻഡ് ഷേപ്പാന്ന് തോന്നുന്നു. ഓക്കെ. വേറെ ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും? ഇല്ല, മേജർ ആയിട്ട് ഒന്നുമില്ല. ക്ലെയിം വണ്ടിയാണ്. ഓക്കെ. ഓട്ടം എത്ര കാണിക്കുന്നത്? ഓട്ടം 1,17.
1,17,000 ഉറപ്പിക്കണ്ട, അത്യാവശ്യം ഓട്ടം ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ അത്രയും മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്, ഉറപ്പിക്കണ്ട. എന്തായാലും മെക്കാനിക്കൽ ബോഡി വൈസ് ഒന്നും കുഴപ്പമൊന്നുമില്ല അല്ലേ? ഓക്കെ. ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ റീവണ്ടി ആയാലും ഏതായാലും തുരുമ്പാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട. വണ്ടി എടുക്കുമ്പോൾ എല്ലാം കൊണ്ടും ഓക്കെ ആയിരിക്കും, ചിലപ്പോൾ പ്ലാറ്റ്ഫോം ഒക്കെ തുരുമ്പുണ്ടാവും. അപ്പോൾ മാറ്റൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പൊക്കി ഇളക്കിയൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക അല്ലേ? വണ്ടി എടുക്കുമ്പോൾ എവിടുന്ന് ഏത് വണ്ടി എടുത്താലും ഒന്ന് മൊത്തത്തിൽ നോക്കുക, തുരുമ്പും കൂടെ നോക്കുക. അപ്പോൾ എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? നമുക്ക് 3.5 ലക്ഷം രൂപ കൊടുക്കാം. 3,50,000 രൂപയ്ക്ക് 17 S ഓപ്ഷൻ, മിഡിൽ ഓപ്ഷൻ അമേസാണ്. അതും കേരളത്തിലോട്ട് നമ്പർ ആയി കഴിഞ്ഞ വാഹനം. ലോൺ ഒരു 3 lakh കിട്ടുമോ? ലോൺ നമുക്ക് മാക്സിമം ചെയ്യാം. അത് 3.5 ലക്ഷം IDV ഉള്ള വണ്ടിയാണ്, ഇൻഷൂർ IDV ഉള്ള മാക്സിമം കിട്ടും. 3.25 രൂപയ്ക്ക് എന്തായാലും നമുക്ക് ചെയ്തു കൊടുക്കാം, ചാൻസ് ഉണ്ട്. ഇയോണാണ് KL57 കോഴിക്കോട് കൊടുവള്ളി രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഇതെങ്ങനെയാണ്? 2018 സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഓക്കെ. എറ പ്ലസ് ആണ്. 65,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. 65,000 ഇറ പ്ലസ് 2018 AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ വരും അല്ലേ? ഓക്കെ. വേറെ ക്ലെയിം കാര്യമൊന്നുമില്ലല്ലോ? ഇല്ല, ക്ലെയിം ഒന്നുമില്ല. സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ല അഡീഷണൽ? ഓക്കെ. ഫ്രണ്ടിൽ നല്ല ടയേഴ്സാണ്, പുറകിൽ ഏവറേജ് ഉണ്ട് അല്ലേ? എത്ര ഇപ്പോൾ ചോദിക്കുന്നതിന്? നമുക്ക് 2,15,000 രൂപ. 2018 അല്ലേ പറ? 18 മോഡൽ 2,15 കൊണ്ടുപോകാം. ഇയോണ് ലോൺ കയറ്റട്ടെ, നമുക്ക് 2 രൂപേൻ്റെ അടുത്ത് വരെ നമുക്ക് ലോൺ കിട്ടും. 65,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ, സെക്കൻഡ് ഓണർ വണ്ടി. സെക്കൻഡ് ആയിട്ടുണ്ട്. ഓക്കെ. എന്തായാലും മാക്സിമം ലോണിൽ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വണ്ടി കൊണ്ടുപോകാം. 15-17 റേഞ്ച് മൈലേജ് കിട്ടും അല്ലേ? ഇതാ 2 XUV 500 മഹീന്ദ്ര. നമുക്ക് ഇത് പരിചയപ്പെടാം അല്ലേ? ഇതെങ്ങനെ ഡീറ്റെയിൽ? 2012 ഫുൾ ഓപ്ഷൻ W8 ടോപ്പ് എൻ്റെ വാഹനമാണ്. ഒറിജിനൽ കേരളയാണ്, കേരള വണ്ടിയാണ്, സെക്കൻഡ് ഓണർ വണ്ടി. ഓക്കെ. ഓട്ടം എത്ര പോയി? ഓട്ടം 1.60. 1,60,000 കിലോമീറ്റർ. മേജർ ആയിട്ടുള്ള പരിക്കൊന്നുമില്ലല്ലോ, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നല്ല ടയേഴ്സ് ഉണ്ട്, കുഴപ്പമില്ലാത്ത. ഇന്റീരിയർ വൈസും ഓക്കെ ആണ് അല്ലേ? നീറ്റാണ്. പുതിയ സീറ്റ് കവറൊക്കെ ചെയ്താണ്, ഇപ്പോൾ നമ്മൾ തന്നെ ചെയ്താണ്. ഓക്കെ. എന്നിട്ട് കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 12 ടോപ്പിൻ്റെ വാഹനമാണ്. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? നമുക്ക് 4,25,000 രൂപ. 4,15 ലക്ഷം രൂപ. ഒറിജിനൽ കേരള വണ്ടിയാണ് ഈ ഒരു വാഹനം. അത് ഏതാ മോഡൽ? അത് 2012 തന്നെ. സെയിം തന്നെയാണ്, ഇതേ കിലോമീറ്റർ തന്നെയാണ് അല്ലേ? W8 അല്ല? കിലോമീറ്റർ അത്ര ഓട്ടല്ല, 1.6 ആണ്. 1,06,000 കിലോമീറ്റർ. എത്ര കിലോമീറ്റർ പോയി? 1.6. 1,06,000. ഇതാലെ കുറച്ച് കൂടുതൽ ഓടി. ഓക്കെ. 1.60 ഓടിയിട്ടുണ്ട്. അപ്പോൾ ഇത് 4,15,000 അല്ല, 25,000. 4,25,000 2012 W8 ടോപ്പ് എൻ്റെ ഈ ഒരു XUV 500 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോൺ ചെയ്യട്ടെ, നമുക്കൊരു 3.25 ലോണും ചെയ്യാം, കിട്ടൂല? 2 വർഷം ലോൺ ചെയ്യാം. ഓക്കെ. അടുത്തത് ഡീലർ പ്രൈസിൽ ഒരു പജേറോ ബുൾഡോഗ് നിങ്ങളെ കാത്തിക്കുന്നുണ്ട് അല്ലേ? എങ്ങനെയാണ് ഡീറ്റെയിൽ? 2010 SFX ആണ്. SFX. ഓക്കെ. 1.5 ലക്ഷം ഓടിയ സിംഗിൾ ഓണർ വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് തന്നെ കിടക്കാണ്. ഹരിയാന രജിസ്ട്രേഷൻ ആണ്. ഇങ്ങോട്ട് NOC എവിടെ എടുത്തില്ലല്ലോ? NOC എടുത്തിട്ടില്ല. എവിടെ വേണമെങ്കിലും നിങ്ങളുടെ അഡ്രസ്സിലേക്ക് എവിടെ വേണമെങ്കിലും എടുത്തു തരും. 2010 വണ്ടി. ഇപ്പോൾ ഇനി പേപ്പർ ഇറക്കണമെങ്കിൽ ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ ആരോ വേണ്ടാലും ഇങ്ങോട്ടേക്ക് മാറാൻ പറ്റും. അതാണ് പുതിയ പേപ്പർ 5 വർഷത്തേക്ക് കിട്ടുകയും ചെയ്യും നിങ്ങൾക്ക്. എത്ര ഇപ്പോൾ പറയുന്നത്? ഈ ഒരു കണ്ടീഷനിലാണേ. കുറേ പെയിന്റ് വർക്ക് അങ്ങനത്തെ ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ഓക്കെ. മേജറായിട്ടുള്ള പണിയൊന്നുമില്ല. ഒരു ഏകദേശം എത്ര കോസ്റ്റ് വരും ഈ ഒരു മിനുക്കി എടുക്കണമെങ്കിൽ? ഒരു 10-20,000 രൂപക്ക് നടക്കും, മിനുക്കി എടുക്കാൻ പറ്റും. ഓക്കെ. മെക്കാനിക്കൽ വൈസ് എങ്ങനെ? അടിപൊളിയാണ്. ബാറ്ററി കാര്യങ്ങളൊക്കെ സെറ്റാണ്, പുതിയ. ഓക്കെ. അപ്പോൾ എത്ര കൊടുക്കാം? നമുക്ക് 5.5 ലക്ഷം രൂപയ്ക്ക് NOC കൊടുക്കാം. 5,50,000 രൂപയ്ക്ക് 2010 SFX ബുൾഡോഗ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ ഇപ്പോൾ 5 വർഷത്തെ പേപ്പർ അടക്കം 19,000 രൂപയുടെ ചിലവേ ഏകദേശം വരുന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇത്രയും ചെറിയ വർക്കുണ്ട്, അതുകൊണ്ടാണ് ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തത് റൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വിളിക്കാം. ഈ ഒരു ആസെറ്റീസ് കണ്ടീഷനുള്ള വിലയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അടുത്ത വണ്ടിയിലോട്ട്. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം ഒരു ഇന്നോവ തന്നെയാണ്. എന്താ ബമ്പറിലൊക്കെ സ്കേർട്ടിങ് കാര്യമൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. റീവണ്ടിനെ നമ്പറായി. എവിടേക്കാ? ഓക്കെ. മലപ്പുറത്തേക്ക് രജിസ്ട്രേഷൻ ആയ ഇന്നോവയാണ്. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2010 G4 അല്ലേ? പേപ്പർ എടുക്കാൻ 2 മാസം സമയമുണ്ട്. പേപ്പർ എടുത്തു കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. എടുക്കുമ്പോൾ എത്ര ചാർജ് വരാൻ ചാൻസ് ഉണ്ട്? 15 രൂപേൻ്റെ ഉള്ളിൽ. 15 രൂപ അല്ലേ? 15-20 വരെ മാക്സിമം കൂട്ടിക്കും അല്ലേ? ഓക്കെ. 2010 വണ്ടി, 2 മാസം ടൈം ഉണ്ട് പേപ്പർ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മേജർ ക്ലെയിം അങ്ങനത്തെ ഒന്നുമില്ലല്ലോ? ഇല്ല, മേജറായിട്ടൊന്നുമില്ല. ഓക്കെ. ഇതിൻ്റെ എത്ര കിലോമീറ്റർ കാണിക്കുന്നത്? ഇത് 1,60,000 കിലോമീറ്റർ. ഉറപ്പില്ല, ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ.
അപ്പോൾ ഉറപ്പിച്ച് പറയുന്നില്ല. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? നമുക്ക് 4,75,000 രൂപയ്ക്ക് പേപ്പർ എടുത്ത് കൊടുക്കാം. പേപ്പർ എടുത്തിട്ട് 4,75 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഏകദേശം 15,000 രൂപ പേപ്പർ എടുക്കാനാണ്. അതുകൊണ്ട് അത് ചേർത്തിട്ടുള്ള പൈസയാണ് 4,75 2010 പുതിയ 5 വർഷത്തേക്കുള്ള പേപ്പറിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മൾ തൽക്കാലം നേരം വൈൻഡപ്പ് ചെയ്യാണ്. ഹെവി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. സോറി, ക്യാമറ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. ആ നമ്പറിലേക്ക് വിളിക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമൻസിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ആമീർ ബ്രോ, താങ്ക് യു. അടുത്ത പ്രാവശ്യം കാണാം. ബൈ.